ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികേനെയാണ്. കാർത്തിക ആകെ വിഷമിച്ച് കരയുന്ന സമയത്ത് അവിടേക്ക് അമലു ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ചേച്ചി കുറെ നേരമല്ലേ കരയുന്നത്, ഈ ജ്യൂസ് എങ്കിലും കുടിക്ക് ചേച്ചി, ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ, ഇത് കുടിക്ക് ചേച്ചി എന്ന് പറയാണ്. കാർത്തിക വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഇത് കുടിക്ക് ചേച്ചി എന്ന് പറയാണ്. അപ്പൊ കാദംബരി ആ ജ്യൂസ് മേടിച്ചിട്ട് കാർത്തിക കൊടുക്കുന്നുണ്ട്. കാർത്തിക, നീ ഇത് മര്യാദക്ക് കുടിക്കാൻ നോക്കിക്കേ, എത്ര നേരം നീ ഇങ്ങനെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കും, ഇത് കുടിക്കാൻ നോക്ക് കാർത്തികെ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിർബന്ധിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോ കാർത്തിക പറയണ്ട്, ഇതുവരെയായിട്ടും കല്യാണിയും കിരണും വന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേ കല്യാണി വന്നല്ലോ എന്ന് കാദംബരി പറയുന്നുണ്ട്. കല്യാണി കാർത്തികയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും കാർത്തിക ചോദിക്കുന്നുണ്ട്, അടക്കമൊക്കെ കഴിഞ്ഞോ, ചടങ്ങൊക്കെ കഴിഞ്ഞോ കല്യാണി? എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ദിലീപേട്ടന്റെ അമ്മ നിങ്ങളത് മോശമായിട്ട് പെരുമാറി കാണുമല്ലേ? അത് പിന്നെ അതൊരു അമ്മയല്ലേ ചേച്ചി, വിഷമവും കാര്യങ്ങളും വരുമ്പോ അത് ആ രീതിയിലല്ലേ പെരുമാറുള്ളൂ. ഞങ്ങളങ്ങനെ അതിനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, ദിലീപേട്ടന്റെ അച്ഛന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. അപ്പോഴേക്കും എല്ലാവരും നെട്ടുവാട്ടോ. എന്താ കല്യാണി? അതെ, നമ്മളൊക്കെ സംശയിച്ച പോലെ തന്നെ ഗംഗപ്രസാദ് തന്നെയാണ് ദിലീപേട്ടന്റെ അച്ഛനെ കൊന്നത്. അതും എപ്പോഴും വരുന്ന പോലെ തന്നെ വേഷം മാറി ഒരു വൃദ്ധന്റെ വേഷം ധരിച്ച്, ഇല കൊണ്ടൊരു വൃദ്ധന്റെ വേഷം ധരിച്ചിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് കിടന്നത്. ദിലീപേട്ടന്റെ വീട്ടിൽ CCTV ക്യാമറ രണ്ടിടത്തുണ്ടായിരുന്നു. രണ്ടിടത്തും ഞങ്ങൾ നോക്കി, അത് അവൻ തന്നെയാണ് വേഷം മാറിയ വന്നിരിക്കുന്നത്. ദിലീപേട്ടന്റെ വീട്ടുകാർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും അമലു പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഞാനാണ്. കാട്ടിൽ വെച്ചിട്ട് സാധാരണ പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന പോലെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അവന് അവിടെ വെച്ച് തീർന്നായിരുന്നു, ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോ കല്യാണി പറയുന്നുണ്ട്, നമ്മളൊന്നും അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ മോളെ എന്ന് പറയാണ്. കല്യാണി പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്താ കല്യാണി ചെയ്യാൻ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ അവിടെയും വന്നല്ലോ, നമ്മൾ പറഞ്ഞതല്ലേ ദിലീപേട്ടനോട് സൂക്ഷിക്കണോന്ന്. അപ്പോ എല്ലാവർക്കും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയല്ലോ കല്യാണി. അപ്പൊ കല്യാണി പറയണ്ടേ, ചേച്ചി പിന്നെ ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ, ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദിലീപേട്ടനാണെങ്കിൽ കിരണേട്ടനെ മാറ്റി നിർത്തി പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെ കാരണം വന്നാലും ഈ വിവാഹം മുടങ്ങരുത്, ഈ വിവാഹം നടന്നിരിക്കണം, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടന്നിരിക്കണമെന്ന്. ചേച്ചി എതിരൊന്നും പറയരുത് മോളെ, നീ എന്തൊക്കെയാ പറയണത്, എനിക്കിനി ആ വിവാഹത്തിൽ ഇതാക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി നോക്ക്, ചേച്ചി ഇങ്ങനെ തളർന്നു പോവല്ലേ, ദിലീപേട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അവൻ എന്തിനു വേണ്ടിയാണ് ഈ വിവാഹം മുടക്കിയത്, അതിനൊരിക്കലും അവന് ജയിക്കാൻ സമ്മതിക്കുന്നത് വാശിയാണ് ദിലീപേട്ടന്, അതുപോലെ വാശി നമുക്കും വേണം ചേച്ചി എന്നൊക്കെ കല്യാണിയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ എന്താ പറയാ രതീഷിനെയും അതുപോലെ തന്നെ വേലുവിനെയാണ്. രതീഷും വേലും പരസ്പരം പറയുന്നുണ്ട്, ഇതുവരെയായിട്ട് കിരണും കല്യാണിയും പോയിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അതെ കിരൺ സാർ വന്നല്ലോ എന്ന് രതീഷ് പറയുന്നുണ്ട്. വേലു ചോദിക്കണ്ടേ, എന്തായി സാറേ? പിന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാടാ, അവൻ ഗംഗപ്രസാദ് തന്നെയാണ് മരണം ജീവൻ എടുത്തിരിക്കണത് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും രതീഷ് ചോദിക്കണ്ട, അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ തന്നെ വന്നതാണല്ലേ? അതെ, വേഷം മാറി വന്നു. അവൻ എപ്പോഴത്തെയും പോലെ ഒരു വൃദ്ധന്റെ വേഷത്തിൽ താടി മീശയൊക്കെ വെച്ചിട്ടാ വന്നത്. ദിലീപിന്റെ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു, അതിൽ പരിശോധിച്ചിട്ട് പോലും ദിലീപിന്റെ വീട്ടുകാർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ഗംഗപ്രസാദ് ആണെന്ന്. ദിലീപിനെ കൊല്ലാനാ അവൻ തീരുമാനിച്ചത്. ദിലീപിനെ കൊല്ലാൻ തന്നെ അവൻ നിന്നപ്പോഴാണ് ദിലീപും കൂട്ടരും അന്ന് പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ടാണ് തങ്ങണേന്ന് അവൻ അറിഞ്ഞത്. അവന്റെ പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ. അപ്പൊ എങ്ങനെയും വിവാഹം മുടക്കണം, അതാണല്ലോ അവന്റെ പ്ലാൻ. അതുകൊണ്ടിട്ടാണ് ദിലീപിന്റെ അച്ഛനെ തലേണ വെച്ചിട്ട് മുഖത്ത് അമർത്തിയാണ് കൊന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ ഡോക്ടർ ഞങ്ങൾക്ക് സംശയം പറഞ്ഞിരുന്നു, ബലപ്രയോഗം നടന്നോന്നൊരു സംശയം ഉണ്ടെന്ന്. എന്ത് തലേണ പോലെ എന്തൊക്കെയോ വെച്ചിട്ട് ബലം പ്രയോഗിച്ചിട്ടാണ് മരണം സംഭവിച്ചേക്കുന്നത് ഡോക്ടർമാര് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ നമ്മൾ സംശയം തോന്നുന്നതാണ് ഗംഗപ്രസാദിന്. പക്ഷെ ഇന്ന് CCTV കൃത്യമായിട്ട് കണ്ടുകൂടാ, ഇല കൊടുക്കാമെന്ന ഒരാളെ പോലെ വേഷം മാറിയ അവൻ വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും വേലു വേഗം തന്നെ ദേഷ്യം കൊണ്ട് കൈ മതിലിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കിരൺ പറയണ്ട്, വേലു നിന്നെ പോലെ തന്നെ അമർഷം എനിക്കും ഉണ്ട് സാറേ, നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ടോടും അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പ്രാവശ്യം അവനെന്റെ കയ്യിൽ കിട്ടിയതാണ്, അവനെ കടപ്പുറത്ത് വെച്ച് കിട്ടി, അന്ന് ഞാൻ ശരിക്കും അവനെ കൊല്ലാൻ പോയതാ, അപ്പോഴാ ആൾക്കാരെ പിടിച്ചു മാറ്റിയത്. പിന്നെ നിങ്ങളുടെ കാട്ടിൽ വെച്ച് കിട്ടിയപ്പോ പോലും അവനൊരു ചെറിയൊരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അതീന്ന് ജീവൻ വെച്ച് വന്നവരാന്ന് ഞാൻ അറിഞ്ഞില്ല. അന്നേരം അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ശരിക്കും കൊന്നിട്ട് ഞാൻ അവനെ കൊക്കയിലേക്ക് തള്ളൂളായിരുന്നു. ഇതിപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിലടെ എനിക്കും അതുപോലെ തന്നെ വിഷമോടാ, കൈ കിട്ടിട്ട് പോലും അവനെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. ദിലീപിന്റെ വീട്ടുകാർ ഇപ്പൊ എന്താ സാറേ പറയണത് എന്ന് രതീഷ് ചോദിക്കുമ്പോ, ദിലീപിന്റെ അമ്മക്ക് എതിർപ്പുണ്ടാ, അത് മുമ്പ് എതിർപ്പ് ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ദിലീപ് കാര്യത്തിൽ എടുക്കുന്നില്ല. ദിലീപ് എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടത്തണോന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം തന്നെ നിക്ക. കാർത്തികടുത്ത് പറയണോന്ന് പറഞ്ഞിരിക്കുക, അവർക്ക് ധൈര്യം കൊടുത്തിരിക്കണോന്ന് പറഞ്ഞിരിക്കുക, ഈ കല്യാണം നടത്തിയേ പറ്റൂ എന്നുള്ളത്. അതെന്തായാലും നന്നായി സാറേ. അച്ഛനും അത് തന്നെയാണ് പറയുന്നത്, ഈ കല്യാണം എന്തൊക്കെ വന്നാലും നടന്നിരിക്കണമെന്ന്. കാരണം അവൻ അങ്ങനെ ജയിക്കാൻ സമ്മതിക്കാൻ പാടില്ലല്ലോ. അതൊരു കണക്കിന് നല്ലത് തന്നെയാ എന്ന് രതീഷും വേലും പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് ഗംഗപ്രസാദിനെ ആട്ടോ. ഗംഗപ്രസാദ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ 2-3 ഗുണ്ടകള് കൂട്ടുകാരുണ്ട്. അവര് പറഞ്ഞിടാ ഗംഗ നീ ഇങ്ങനെ ചിരിക്കലടാ, പിന്നെ ഞാൻ ചിരിക്കാതെ എന്ത് ചെയ്യാനടാ, എന്തായിരുന്നു അവിടത്തെ ഒരു ഇത് കല്യാണം നടത്താൻ പോകുന്നു, എന്നെ ധിക്കരിച്ച് എന്നെ പേടിയാതെ കല്യാണം നടത്താൻ പോകുന്നു, ഇപ്പൊ എന്തായടാ എന്ന് പറയാണ്. അങ്ങനെ കല്യാണം ശരിക്കും ദിലീപ് എന്ന് പറഞ്ഞവനാണ് ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയത്. പക്ഷെ എന്തായാലും അവന്റെ അച്ഛനെങ്കിലും കയ്യിൽ കിട്ടിയല്ലോ. ഇപ്പൊ 2 വീടും മരണവീട് പോലെ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗംഗ പറയുന്നുണ്ട്, എനിക്ക് കാർത്തികനും അതുപോലെ തന്നെ അവളുടെ അമ്മ ലക്ഷ്മിമനും കൊല്ലാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അതിന്റെ ഇടയിലൊക്കെ കിരണും കല്യാണിയും വന്നത്. ഇനിയിപ്പോ അവരെ കൊന്നിട്ട് കിരണിനെ കല്യാണിനെ എനിക്ക് കൊല്ലണം. എടാ കിരണിനെ കൊല്ലാൻ വലിയ പാടാടാ എന്ന് ഗുണ്ടകൾ പറയുമ്പോ എനിക്കറിയാടാ, അവന്റെ കൈയിന്റെ ഒരു കരുത്തെന്ന് പറയണത് അവൻ എന്തൊക്കെയോ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത്ര കൈക്കരുത്ത് അവന്. പിന്നെ അവനെ മുമ്പിൽ കൂടെ വന്നാൽ നമുക്ക് പൊഴുത്തി നിൽക്കാൻ പറ്റില്ലടാ. അവനെ പുറകെ കൂടി പോയിട്ട് വേണം ഇല്ലാതാക്കാനായിട്ട്. അവനിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ആകുള്ളൊരു വിഷമം എന്ന് പറഞ്ഞത് സ്റ്റെഫിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ. പാവം അവൾ എനിക്ക് വേണ്ടിട്ടാ ഇത്രയും കാലം ജയിച്ചത്. ഇപ്പൊ ജയിലിൽ കിടക്കുന്നതും എനിക്ക് വേണ്ടി തന്നെയാ. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നാ ഞാനിപ്പോ പ്രാർത്ഥിക്കണത്. എന്നെ അല്ലാതെ വേറെ ആരെയും അവളെ വിവാഹം കഴിക്കില്ലടാ. അവൾ അത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിനൊരു ജീവിതം എങ്ങനെ ഉണ്ടാവാനാടാ? ശരിക്കും പുറത്തിറങ്ങി നന്നായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല എനിക്ക്. അങ്ങനെയുള്ള എന്റെ കൂടെ അവൾക്ക് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അവളുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ആകെ തകർന്നു പോണത്. കുഴപ്പമില്ല, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്ന് ഞാനിപ്പോ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആ കാർത്തികേയനെ ലക്ഷ്മിയമ്മനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും, എന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അവന്റെ ഒരു കല്യാണോ, അവന്റെ ചെക്കന് എന്തായിരുന്നു ആത്മവിശ്വാസം? അതൊന്നും പറ്റില്ല, കാർത്തികേയനാണ് വിവാഹം കഴിക്കുള്ളൂ. ഇപ്പൊ എന്തായി? ഇനിയിപ്പോ എന്തായാലും പെട്ടെന്ന് അവർ കല്യാണത്തെ കുറിച്ച് ആലോചിക്കില്ലെന്ന് തോന്നുന്നു. അത്രയും സമയം നമുക്ക് സമയമുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും കൂട്ടുകാർ പറയണ്ടടാ, ഇവിടെ നിൽക്കുന്നത് നമ്മള് സേഫ് ഒന്നും അല്ല, അറിയാടാ. എങ്ങനെയെങ്കിലൊക്കെ കർത്തവ്യമൊക്കെ തീർത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയി എവിടെയെങ്കിലൊക്കെ സമാധാനത്തോടെ നിൽക്കണം എന്നൊക്കെ ഗംഗ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണി നമ്മുടെ കാർത്തികനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക ചോദിക്കുന്നുണ്ട്, കല്യാണി അച്ഛൻ ഈ വിവരമൊക്കെ അറിഞ്ഞോ? അറിയില്ല, അച്ഛനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി കിരണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെന്തോ സംശയമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കിരൺ അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പൊ കല്യാണി ചോദിക്കണ്ട്, കിരണേട്ടാ അച്ഛനോട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? വരാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണി, അച്ഛനെന്തൊക്കെയോ സംശയമുണ്ട്. അപ്പൊ കല്യാണി പറഞ്ഞിട്ട് എനിക്കിപ്പോ പേടി, അച്ഛനിതൊക്കെ അറിയുമ്പോ അച്ഛനെന്തിനു സംഭവിക്കുമെന്നാ പേടി. അപ്പോഴേക്കും കിരൺ പറയണട്ടോ, ദേ എനിക്ക് കാർത്തികടുത്താണ് പറയാനുള്ളത്. അച്ഛന് അറ്റാക്ക് എത്ര കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാലോ. അച്ഛന് ആകെയുള്ള വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് നിന്റെ കല്യാണമാണ്. അപ്പൊ അത് മുടങ്ങിയ രീതിയിൽ നീ സംസാരിക്കരുത്. ദിലീപ് ഇതേ ഇപ്പൊ പോലെ എന്നെ വിളിച്ചേ ഉള്ളൂ, കല്യാണം എന്തൊക്കെ വന്നാലും നടക്കണോന്ന്. ആ രീതിയിൽ തന്നെ നീയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അച്ഛൻ എന്തിനും പറയും, അച്ഛൻ വിഷമത്തോടെ പറയുമ്പോ കല്യാണം നടക്കുമെന്ന് പറയാൻ ആത്മവിശ്വാസം അച്ഛനെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ ആകെ തകർന്നു പോകും. അത് മാത്രല്ല, കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താന്നാണ് എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. ദിലീപിന്റെ അമ്മക്കൊരു എതിർപ്പ് ഉണ്ടാകും, അത് മുമ്പേ ഉണ്ടായതാണല്ലോ. അത് അവരെങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളും. നീ വേണം ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ കിരൺ കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കിരണിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ കിരൺ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കളയാണ്. ആരാ കിരണിട്ടത്? കല്യാണി ചോദിക്കുമ്പോഴേക്കും അവനാ, ആ മനോഹർ. ഇനിയിപ്പോ ഈ പ്രശ്നത്തിലേക്ക് ഞാൻ അവന്റെ പ്രശ്നം തീർക്കാൻ പോകണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മെസ്സേജ് വരുവാണ്. കിരൺ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴേക്കും മനോഹറിന്റെ മെസ്സേജ് ആട്ടോ. സാറേ, ഞാനേ കുറച്ച് കൊച്ചുടുപ്പുകൾ മേടിച്ചിട്ടുണ്ട്, അത് കുഞ്ഞിനൊന്ന് കൊടുക്കാവോ എന്നുള്ള മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. എന്താ കിരണേട്ടാ അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്? അവന്റെ കുഞ്ഞെ കുറച്ച് കുട്ടിയുടുപ്പ് മേടിച്ചിട്ടുണ്ട്, അത് കൊണ്ടേ കൊടുക്കാവോന്ന്. ഇനി ഈ പ്രശ്നത്തിലൊക്കെ അവന്റെ സങ്കടം മാറ്റേണ്ട കാര്യം എന്താണ്? കിരണേട്ടാ അത് പോട്ടെ, അവന് ഇവിടുത്തെ പ്രശ്നമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് മെസ്സേജ് അയച്ചതായിരിക്കും, അത് കുഴപ്പമില്ല കിരണേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, കാർത്തികേയൻ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം, ഒരിക്കലും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ദിലീപിനെയാണ്. ദിലീപ് ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ കല്യാണം കഴിഞ്ഞിട്ട് പോകാന്നാണ് ഞങ്ങൾ തീരുമാനിച്ച, ഇനിയിപ്പോ സഞ്ജയനം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂടാ എന്ന് പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ കൂട്ടുകാരെ കിട്ടിയതാടാ എന്റെ ഭാഗ്യം. അടാ നിന്റെ വിഷമത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് കൂട്ടുകാരാടാ? ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ലീവ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇവനെയൊക്കെ ബിസിനസ് ആണല്ലോ, എപ്പോ വേണമെങ്കിലും പോയാൽ മതിയല്ലോ, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടടാ. ഇത് നിനക്ക് 1 മാസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെയും ഞങ്ങൾ ചെയ്യാം, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ദിലീപിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴേക്ക് കൂട്ടുകാരെ എഴുന്നേക്കുന്നുണ്ട്. അയ്യോ മക്കളെ നിങ്ങളൊക്കെ ഇരിക്കുക എന്ന് പറയാണ്. ദിലീപിന്റെ അടുത്ത് അമ്മ ചോദിക്കണ്ടടാ, നിന്റെ തീരുമാനം എന്താ? എനിക്ക് അതാ അറിയേണ്ടത്, ഈ വിവാഹം നമുക്ക് വേണ്ടടാ എന്ന് അമ്മ പറയുമ്പോൾ ദിലീപ് പറയണ്ട, അമ്മേ അച്ഛന് ചിതക്ക് തീ കൊളുത്തും പോലും അച്ഛൻ എന്നോട് പറഞ്ഞത് ഈ വിവാഹം എന്തൊക്കെ വന്നാലും നടത്തണോന്നാണ്, അതിൽ നിന്ന് ഞാൻ പിന്മാറില്ലമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവൻ ഇതൊക്കെ ചെയ്തത്
കല്യാണം മുടക്കാനല്ലേ, കല്യാണം മുടങ്ങില്ല അമ്മേ, അവൻ അങ്ങനെ ജയിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല അമ്മേ എന്ന് പറയുമ്പോ ദിലീപിന്റെ അമ്മ പറഞ്ഞിടാ, നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? മുമ്പ് നീ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലായിരുന്നല്ലോ. അമ്മേ, ഇപ്പത്തെ അവസ്ഥ അമ്മക്കറിയാലോ, ഇവിടത്തെ പോലെ തന്നെയാ കാർത്തികയുടെ വീട് ഒരു മരണ വീടായി തന്നെയാ അവരും അയക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നടക്കണം. അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ വിവാഹം നടന്ന് കാർത്തികന്റെ തകാഴ്ത്തി വിവാഹം കഴിച്ച് അവന് മുമ്പിലൂടെ എനിക്ക് നടക്കണോ അമ്മേ എന്നൊക്കെ പറയണം. മക്കളെ, നിങ്ങളെങ്കിലും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കതേ, എനിക്കിനി ഇവൻ കൂടിയേ ഉള്ളൂ, ഇവനും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയട്ടെ. ദിലീപിന്റെ അമ്മ അവിടുന്ന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുവാട്ടോ. അപ്പൊ കൂട്ടുകാർ പറയണ്ട്, നിന്റെ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ നിന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ തോന്നും. നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ന്യായം നിന്റെ ഭാഗത്താണല്ലോ, നിന്റെ കൂടെ നിൽക്കാൻ തോന്നും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂട്ടുകാർ ചോദിക്കാണ്. ദിലീപിനും എന്ത് പറയണമെന്ന് പറ്റാത്ത അവസ്ഥ കേട്ടോ. ദിലീപ് പറയണ്ട, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാർത്തികയുടെ കഴുത്തി താലി കെട്ടൂടാ, എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.